ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ LBS MC എൻട്രൻസ് എക്സാമിനേഷൻ 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഓൾറെഡി വേറെ പാർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്താൽ മതി. പ്രോഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള ഓർ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഇതാണ് ലാസ്റ്റ് പാർട്ട്. ഈ പാർട്ടിൽ തന്നെ ഉള്ള എല്ലാ കമ്പ്യൂട്ടർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും. Question number 102. If function f of a, b, c equal to sigma 3, 4, 6, 7 is implemented using SOP form, the resultant Boolean function is option A bc plus ac, option B bc plus ab, option C cb plus ca, and option D none of these. ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത് 3 വേരിയബിൾ ആണ്. അപ്പോൾ 3 വേരിയബിൾ കെ മാപ്പ് വരയ്ക്കാം. വരച്ചിട്ട് എല്ലാം ആദ്യം മാർക്ക് ചെയ്യണം. ഇത് എ, ഇത് ബി സി, പിന്നെ ഇതിൻ്റെ നമ്പർ 0 0 0 1 1 0 1 1, പിന്നെ ഇത് 0 ആൻഡ് 1 ആണ്. പിന്നെ ഈ കോളത്തിൻ്റെ നമ്പർ 0, ഇതിൻ്റെ 1, ഇതിൻ്റെ 2, ഇത് 3, ഇത് 4 5 ആൻഡ് 6 7. ഇപ്പോൾ അവർ തന്നിരിക്കുന്ന വാല്യൂസ് ഉള്ള കോളം എല്ലാം നമ്മൾ 1 ഇടണം. അതിലില്ലാത്ത വാല്യൂസ് എല്ലാം 0 ഇട്ട് വയ്ക്കണം. ഇപ്പോൾ 3ൽ 1 ഇടണം, പിന്നെ 4ൽ 1, പിന്നെ 6 ഉണ്ട്, അതിൽ 1 ഇടണം, പിന്നെ 7 ഉണ്ട്, 7ൽ 1 ഇടണം. ബാലൻസ് എല്ലാം 0 ആണ്. 0 0 0 0. ഇപ്പോൾ ഈ 1 എല്ലാം നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം. നമ്മൾ 2 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാം, 4 ആയിട്ടും ഗ്രൂപ്പ് ചെയ്യാം. പക്ഷേ ഇത് 4 ആയിട്ട് ഇവിടെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 2 ആയിട്ട് തന്നെ ഗ്രൂപ്പ് ചെയ്യാം. ഇതൊരു ഗ്രൂപ്പ്, പിന്നെ ഇതും ഒരു ഗ്രൂപ്പ്. ഇപ്പോൾ ഗ്രൂപ്പ് ആക്കിയതിന് നമ്മൾ എടുത്ത് സിംപ്ലിഫൈ ചെയ്യണം. ആദ്യം ഇതെടുക്കാം. ഇതിൽ സെയിം കോളമാണ് വരുന്നത്, പക്ഷേ റോ മാത്രം ഡിഫറെൻറ്റ്. അപ്പോൾ ഇത് 1 1 ആണ്. ബി സി ഇതിൽ വേറെ ഏതോ കമ്പയർ ചെയ്യാനില്ല, അപ്പോൾ അത് അങ്ങനെ തന്നെ എഴുതണം, ബി സി. പിന്നെ ഉള്ളത് ഈ റോസ് ആണ്. റോ 0 ആൻഡ് 1 ആണ് വരുന്നത്. അപ്പോൾ 0 ആൻഡ് 1 ക്യാൻസൽ ആയി പോകും. അപ്പോൾ എ അവിടെ വരത്തില്ല. അപ്പോൾ ബി സി പ്ലസ് ഇത് സം ഓഫ് പ്രോഡക്റ്റ്സ് ആണ്, അതുകൊണ്ട് നമ്മൾ പ്രോഡക്റ്റ് എടുത്തിട്ട് ആഡ് ചെയ്യണം. പിന്നെ ഉള്ളത് ഈ ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിൽ വരുന്നത് വേറെ കോളമാണ് വരുന്നത്. അപ്പോൾ 0 1 ബി ക്യാൻസലായി പോകും. അപ്പോൾ 0 ആൻഡ് 1 ബി ക്യാൻസലായി പോകും. ബാലൻസ് ഉള്ളത് സി ആണ്. സി 0 ആണ്. 0 ആണെങ്കിൽ ഇവിടെ നമ്മൾ സി കോംപ്ലിമെൻ്റ് എടുക്കണം. അപ്പോൾ സി കോംപ്ലിമെൻറ്റ്. ബാലൻസ് ഉള്ളത് എ ആണ്. ഇവിടെ എ 0 1 വരുന്നില്ല, 1 മാത്രമാണ് വരുന്നത്. അപ്പോൾ അവിടെ എ എഴുതണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ബി സി പ്ലസ് സി ബാർ എ ആണ്. ഇത് ഓപ്ഷനിലില്ല, അപ്പോൾ അവിടെ നൺ ഓഫ് ദീസ് ആണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 103. ഇഫ് ഫംഗ്ഷൻ എഫ് ഓഫ് എ, ബി, സി, ഡി ഈസ് ഈക്വൽ ടു സം ഓഫ് 0, 1, 2, 5, 8, 9, 10 is implemented using POS form, the resultant Boolean function is. ഇവിടെ അവർ തന്നിരിക്കുന്നത് സം ഓഫ് ടേംസ് ആണ്. നമ്മൾ POS വെച്ചാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം ഇത് 4 വേരിയബിൾ ആയതുകൊണ്ട് 4 വേരിയബിൾ കെ മാപ്പ് വരയ്ക്കാം. വരച്ചിട്ട് എല്ലാം ഒന്ന് മാർക്ക് ചെയ്യണം. 0 0 0 1 1 0 1 1 0 0 0 1 1 0 1 1. ഇത് 0 1 2 3 4 5 6 7 8 ഇവിടെയാണ് ഇടേണ്ടത്. 8 9 10 11 12 13 14 15. ഇപ്പോൾ നമുക്ക് SOP അറിയാം. POS ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ POS പ്രോഡക്റ്റ് ഓഫ് സം എടുക്കുമ്പോൾ ഇതിലില്ലാത്ത ടേംസ് ആണ് വരുന്നത്. ഇതിൽ 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. അപ്പോൾ 3 ഇല്ല, ഇതിൽ 3 ഇല്ല, 4 ഇല്ല, 5 ഉണ്ട്, 6 ഇല്ല, 7 ഇല്ല, 8 ഉണ്ട്, 9 ഉണ്ട്, 10 ഉണ്ട്. ബാലൻസ് ഉള്ളത് 11 12 13 14 15 ആണ്. ഇത് 4 വേരിയബിൾ കെ മാപ്പാണ്. അപ്പോൾ 2⁴ ഡിജിറ്റ്സ് ഇതിൽ കാണും. 2⁴ വേരിയബിൾസ് കാണും. അപ്പോൾ അത് 16 ആണ്. 0 to 15 വരെയുള്ള നമ്പേഴ്സ് ഇതിൽ കാണും. ഇപ്പോൾ നമുക്ക് ഇതിലുള്ള വാല്യൂസിൻ്റെ കോളത്തിൽ 0 ഇടാം. POS ആയതുകൊണ്ട് നമ്മൾ 0 ആണ് ഇടേണ്ടത്. SOP ആണെങ്കിൽ 1 ഇടണം. POS ആണെങ്കിൽ 0 ഇടണം. POSൽ 0 ആണ് ഇടേണ്ടത്. പിന്നെ ഗ്രൂപ്പ് ചെയ്യേണ്ടത് 0 ആണ്. SOPയിൽ 1 ഇട്ടിട്ട് 1 ആണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ വാല്യൂസ് ഉള്ള സ്ഥലത്തെല്ലാം 0 ഇടാം. 3 4 6 7 11 12 11 12 13 14 15. ബാലൻസ് എല്ലാം 1 ഇടാം. 1 1 1 1 1 1 1. ഇത് POS ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഗ്രൂപ്പ് ചെയ്യേണ്ടതും സീറോസ് ആണ്. ഇത് ഒരു ഗ്രൂപ്പായിട്ട് എടുക്കാം. പിന്നെ ഇതും ഒരു ക്വാഡ്രൻ്റ് ആയിട്ട് എടുക്കാം. ബാലൻസ് ഈ 0 മാത്രമുണ്ട്. ഇത് നമ്മൾ ഈ ക്വാഡ്രൻ്റിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ ഉള്ളത് ഇത് POS ആണ്. അപ്പോൾ സീറോസ് അല്ല, നമ്മൾ നോർമൽ വാല്യൂ ആയിട്ടാണ് എടുക്കേണ്ടത്. ഇപ്പോൾ A 0 ആണെങ്കിൽ
സീറോ തന്നെയാണ് എടുക്കേണ്ടത്, 0 ആണ്. പിന്നെ A1 ആണെങ്കിൽ നമ്മളവിടെ A കോംപ്ലിമെൻ്റ് ആണ് എഴുതേണ്ടത്. അപ്പോൾ ആദ്യം ഈ ക്വാഡ്രൻ്റ് എടുക്കാം. ഈ ക്വാഡ്രൻറ്റിൽ റോ എല്ലാം ഡിഫറെൻ്റ് അല്ലേ, അപ്പോൾ ഇതെല്ലാം ക്യാൻസലായി പോകും. 0 0 1 1 ക്യാൻസലാവും, 0 1 1 0 ക്യാൻസലായി പോകും. ബാലൻസ് ഉള്ളത് 1 1 C ആൻഡ് D ആണ്. പക്ഷേ ഇത് 1 1 ആയതുകൊണ്ട് C ബാർ D ബാർ ആണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ C ബാർ പ്ലസ് D ബാർ ഇൻറ്റു ബാലൻസ് ഉള്ളത് ഈ ക്വാഡ്രൻ്റ് ആണ്. ഇതിൽ 0 1 ഉണ്ട്, ഇതിൽ 0 ആൻഡ് 1 ക്യാൻസലായി പോകും. ബാക്കിയുള്ളത് 1 1 ആണ്, അത് B. അപ്പോൾ അവിടെ B ബാർ പ്ലസ് ബാലൻസ് ഉള്ളത് 0 0 പിന്നെ 1 0 ആണ്. അവിടെ 0 0 1 0, ഇതിൽ 0 1 ക്യാൻസലായി പോകും. ബാലൻസ് ഉള്ളത് 0 0 ആണ്, അത് D ആണ്. ഇത് 0 ആണ് നോർമൽ വാല്യൂ, അപ്പോൾ അവിടെ D ആണ് എഴുതേണ്ടത്. D ഇൻറ്റു ബാലൻസ് ഉള്ളത് ഈ ക്വാഡ്രൻറ്റിൽ ഇതെല്ലാം ക്യാൻസലായി പോകും. 0 0 ക്യാൻസലാവും, 0 0 1 1 ക്യാൻസലാവും, 0 1 1 0 ക്യാൻസലാവും. ബാക്കിയുള്ളത് 1 1 ആണ്. 1 1 എന്ന് പറയുന്നത് A ബാർ പ്ലസ് B ബാർ ആണ്. അപ്പോൾ A ബാർ പ്ലസ് B ബാർ ഇത് ഓപ്ഷനിലില്ല, അപ്പോൾ അതിൻ്റെ ആൻസർ നൺ ഓഫ് ദീസ് ആണ്. Question number 104. Which of the following represents idempotent law? Option A dot A equal to A. Option B, A plus A equal to A. Option C, both A and B. And option D, A dot 0 is equal to 0. ഇതിൻ്റെ ആൻസർ both A and B ആണ്. both A and B. A dot A equal to A and A plus A equal to A. ഇത് രണ്ടും idempotent law ആണ്. ഇതിലുള്ള വേറെ ലോസ് ആണ്. ഫസ്റ്റ് വൺ ഐഡൻറ്റിറ്റി ലോ. ഐഡൻറ്റിറ്റി ലോയിൽ A plus 0 is equal to A and A dot 1 is equal to A. ഇത് രണ്ടും ഐഡൻറ്റിറ്റി ലോ ആണ്. പിന്നെ വരുന്നത് നൾ ലോ. A പ്ലസ് A ബാർ ഈക്വൽ ടു 1 ആൻഡ് A ഡോട്ട് A ബാർ ഈക്വൽ ടു 0. പിന്നെ തേർഡ് വൺ ആണ് ഡോമിനേഷൻ ലോ. അത് A പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1, A ഡോട്ട് 0 ഈക്വൽ ടു 0. ദെൻ വരുന്നത് ഐഡംപൊട്ടൻറ്റ് ലോ. അതാണ് A പ്ലസ് A ഈക്വൽ ടു A ആൻഡ് A ഡോട്ട് A ഈക്വൽ ടു A. ഫിഫ്ത്ത് വൺ കോംപ്ലിമെൻറ്റ് ലോ. A പ്ലസ് A ബാർ ഈക്വൽ ടു 1, A ഡോട്ട് A ബാർ ഈക്വൽ ടു 0. സിക്സ്ത് വൺ ഡബിൾ നെഗേഷൻ ലോ. A ബാർ the whole bar equal to A. Seventh one commutative law. A plus B equal to B plus A and A dot B equal to B dot A. Eighth one associative law. A plus B plus C is equal to A plus B plus C and A dot B dot C equal to A dot B dot C. Ninth one distributive law. A dot B plus C equal to A dot B plus A dot C. പിന്നെ A plus B dot C equal to A plus B dot A plus C. പിന്നെ 10th വൺ ആണ് ഡി മോർഗൻസ് ലോ. അത് A പ്ലസ് ബി ദ ഹോൾ ബാർ ഈക്വൽ ടു A ബാർ ഡോട്ട് B ബാർ ആൻഡ് A ഡോട്ട് B ദ ഹോൾ ബാർ ഈസ് ഈക്വൽ ടു A ബാർ പ്ലസ് B ബാർ. Question number 105. Computer has more than one processor is called. Option A multiprocessor, option B multitasking, option B multi-threaded and option D multi-clad. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ A multiprocessor ആണ്. Question number 106. Synchronous DRAM has a built-in refresh rate of option A 56 millisecond, option B 64 millisecond, option C 65 milliseconds and option D 46 milliseconds. ഇതിൻ്റെ ആൻസർ 64 milliseconds ആണ്. Then question number 107. Physical memory is divided into fixed size block called option A pages, option B segments, option C frames and option D blocks. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ C frames ആണ്. Question number 108. Address generated by CPU consists of option A page number and offset, option B frame number and offset, option C page bit and frame bit and option D page number only. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ A page number and offset. Question number 109. Database can store option A image, option B video, option C text and option D all of these. ഇതിൻ്റെ ആൻസർ all of these ആണ്. ഡേറ്റാബേസിൽ നമുക്ക് ഇമേജസ്, വീഡിയോ, ടെക്സ്റ്റ് എല്ലാം തന്നെ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും. Question number 110. Multi-value dependency is handled in option A 1NF, option B 2NF, option C 3NF and option D 4NF. ഇതിൻ്റെ ആൻസർ 4NF ആണ്. ഫസ്റ്റ് വൺ ആണ് 1F. 1Fനെ ഫസ്റ്റ് നോർമൽ ഫോം എന്നും പറയും. ഈ ഫസ്റ്റ് നോർമൽ ഫോമിലാണ് 1Fലാണ് ഡേറ്റാസ് എല്ലാം റോസ് ആൻഡ് കോളംസ് ആയിട്ട് ഓർഗനൈസ് ചെയ്ത് വയ്ക്കുന്നത്. പിന്നെ ഓരോ കോളത്തിലുള്ളതും ഇൻഡിവിസിബിൾ വാല്യൂസ് ആയിരിക്കണം, അറ്റോമിക് വാല്യൂസ് ആയിരിക്കണം. പിന്നെ ഒരു റോയിൽ റിപ്പീറ്റിംഗ് ഗ്രൂപ്പ്സ് അറേസ് വരാൻ പാടില്ല. പിന്നെ ഓരോ കോളത്തിലും ഓരോ സെയിം ടൈപ്പ് ഓഫ് ഡേറ്റാസ് മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ.
പിന്നെ ഉള്ളതാണ് സെക്കൻഡ് നോർമൽ ഫോം 2NF. ഈ 2NFന് വരണമെങ്കിൽ മസ്റ്റ് ടേബിളിൽ ആദ്യം 1NFൻ്റെ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണം. എന്നിട്ട് സെക്കൻഡ് നോർമൽ ഫോമിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. ഇതിൽ ഓൾ നോൺ കീ ആട്രിബ്യൂട്ട്സ് എല്ലാം ഫുള്ളി എൻറ്റയർ പ്രൈമറി കീയിലോട്ട് ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം. Additionally, all non-key attributes must be fully functionally dependent on the entire primary keys. ഇതിൽ പാർഷ്യൽ ഡിപ്പെൻഡൻസീസ് അലൗഡ് അല്ല. സെക്കൻഡ് നോർമൽ ഫോമിൽ പാർഷ്യൽ ഡിപ്പെൻഡൻസീസ് അലൗഡ് അല്ല. പിന്നെ ഉള്ളതാണ് തേർഡ് നോർമൽ ഫോം 3NF. 3NFിൽ ഇൻക്ലൂഡ് ആകണമെങ്കിൽ ടേബിളിൽ ആദ്യം സെക്കൻഡ് നോർമൽ ഫോമിൽ ക്രൈറ്റീരിയ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം. എന്നാലേ തേർഡ് നോർമൽ ഫോമിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. ഇവിടെ there should be no transitive dependencies. A transitive dependency occurs when a non-key attribute depends on another non-key attribute, which in turn depends on the primary key. ഈ 3NF അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിലുള്ള ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസീസ് എല്ലാം റിമൂവ് ചെയ്യണം ബൈ ഡീകമ്പോസിങ് ദ ടേബിൾ ഇൻ ടു സ്മോളർ ടേബിൾസ്. പിന്നെ ലാസ്റ്റ് ഫോർത്ത് ഉള്ളതാണ് ഫോർത്ത് നോർമൽ ഫോം ഓർ 4NF. ഈ 4NFിൽ വരണമെങ്കിൽ ആദ്യം 3NFിലുള്ള ക്രൈറ്റീരിയ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം. പിന്നെ ഇതിലാണ് ഇറ്റ് അഡ്രസ്ഡ് മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി. മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി ഒക്കേഴ്സ് വെൻ ദർ ആർ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻറ്റ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് ഇൻ ദി ടേബിൾ. പിന്നെ ഈ 4NF അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ ടേബിളിനെ സ്മോളർ ടേബിൾസ് ആയിട്ട് ഡീകമ്പോസ് ചെയ്യണം ടു റിമൂവ് മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസീസ്. ഈ ഫോർത്ത് നോർമൽ ഫോമിലാണ് മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസിയൊക്കെ റിമൂവ് ചെയ്യുന്നത്. Question number 111. Which of the following key is used to identify all the tuples in a relationship? Option A, surrogate key. Option B, primary key. Option C, foreign key. And option D, all of these. ഇതിൻ്റെ ആൻസർ പ്രൈമറി കീ ആണ്. Question number 112. Non-maskable interrupt is known as option A, trap. Option B, int 65. Option C, int 75. And option D, int 16. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ, ട്രാപ്പ് ആണ്. Question number 113. FPGA stands for option A, fast peripheral gate array. Option B, field programmable gate array. Option C, fast programmable gate array. And option D, field peripheral gate array. ഇതിൻ്റെ ആൻസർ ഫീൽഡ് പ്രോഗ്രാമബിൾ ഗേറ്റ് അറേ ആണ്. Question number 114. Real number in C language is represented as option A, double. Option B, float. Option C, long int. And option D, char. റിയൽ നമ്പർ എന്ന് പറയുന്നത് പോയിൻറ്റ് വാല്യൂസ് ആണ്. അപ്പോൾ നമുക്കതിനെ ഡബിൾ വെച്ചും റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും, ഫ്ലോട്ട് വെച്ചും റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് ആൻസർ എ ഓർ ബി. ഇത് രണ്ടിൽ ഏതാണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിന് നമുക്ക് മാർക്ക് കിട്ടും, എ ഓർ ബി. Question number 115. Error in computer data is known as option A, trap. Option B, bug. Option C, tape. And option D, chip. ഇതിൻ്റെ ആൻസർ ബഗ് ആണ്, ഓപ്ഷൻ ബി. Question number 116. Programs written to perform a specific task is known as option A, system software. Option B, assembler. Option C, application software. And option D, loader. The answer option C, application software. Question number 117. Data about data is known as option A, metadata. Option B, metadata. Option C, schema. And option D, database. Answer option B, metadata. Question number 118. Row in a database is termed as option A, tuple. Option B, entity. Option C, relationship. And option D, text. Answer option A, tuple. And ഇതിലുള്ള column in a database is termed as attribute. Question number 119. Partial functional dependency is eliminated in option A, 1NF. Option B, 2NF. Option C, 3NF. And option D, BCNF. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 2NF. 2NFിലാണ് സെക്കൻഡ് നോർമൽ ഫോമിലാണ് നമ്മൾ പാർഷ്യൽ ഡിപ്പെൻഡൻസിയൊക്കെ എലിമിനേറ്റ് ചെയ്യുന്നത്. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 120. Entity relationship modeling uses option A, top down approach. Option B, bottom up approach. Option C, tree structure. And option D, A and B. ഇതിൻ്റെ ആൻസർ ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്. സോ ഇതോടെ LBS MC എൻട്രൻസ് എക്സാമിനേഷൻ 2023 സി പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ വേറെ പാർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്താൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.
ആൻഡ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ ക്വസ്റ്റ്യൻ പേപ്പർ ആർക്കെങ്കിലും ഫുള്ളി വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ചെക്ക് ചെയ്താൽ മതി. താങ്ക്